അയ്ബുകൾ ലോകത്തെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രത്യേകമായ സംസ്കാരം നമ്മുടെ നാട്ടിൽ കണ്ടുവരികയാണ്. ഇവിടെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്തി. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു കണ്ണാടി പോലെ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് കാണും. എന്താണ് കണ്ണാടി പോലെ എന്ന് പഠിപ്പിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ആശയങ്ങൾ എല്ലാം വിശദീകരിക്കാൻ കഴിയില്ല, അറിയുകയും ഇല്ല. അറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസിയുടെ കൂട്ടായ്മയെ ഒരു ബിൽഡിങ്ങിനോട് ഉദാഹരിച്ച് പറഞ്ഞത് കാണും, ഒരു ശരീരത്തോട് ഉദാഹരിച്ച് പറഞ്ഞത് കാണും, ഒരു കണ്ണാടിയോട് ഉപമിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് കാണും. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടിയുടെ മുമ്പിൽ കാണുന്ന കാഴ്ച. നാം ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ കണ്ണാടി നമ്മെ നോക്കുന്നു, നാം കണ്ണാടിയെ നോക്കുന്നു. എന്താണ് നോക്കുന്നത്? ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ബാഹ്യമായ കാഴ്ച. അതാണ് കണ്ണാടി കാണിച്ചു തരുന്നത്, അല്ലേ? നാം ഈ മഞ്ഞപ്പറ്റ ICCയുടെ പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച സമ്മേളനം, ഇതിനുവേണ്ടി പോരാൻ തീരുമാനിച്ച് വസ്ത്രമൊക്കെ മാറ്റി റെഡിയായി നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നു. കണ്ണാടി നോക്കുന്നത് തരീക്കെട്ടിന്റെ ഉള്ളിൽ തൊപ്പിയുണ്ടോ എന്നല്ല കണ്ണാടി നോക്കുന്നത്, കുപ്പായത്തിനുള്ളിൽ ബനിയനുണ്ടോ എന്നല്ല കണ്ണാടി നോക്കുന്നത്. കണ്ണാടി നോക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗമാണ്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ ബാഹ്യമായ അവന്റെ പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തേണ്ടത്. ഉള്ളിന്റെ ഉള്ള് പരിശോധിക്കാൻ നമ്മെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ കൊലപാതകം നടത്തിയ ആളോ അതല്ലെങ്കിൽ വേറെ ഒരു കുറ്റാരോപണം നടത്തപ്പെട്ട ആളോ അതിന് നിയമിക്കപ്പെട്ട ഗവൺമെന്റിന്റെ രൂപത്തിലുള്ള ആളുകളും മറ്റുമൊക്കെ നോക്കേണ്ടത് നോക്കും. മറിച്ച് ഒരു സത്യവിശ്വാസി, ഒരു ശരീരം പോലെ സത്യവിശ്വാസികൾ നിലനിൽക്കാൻ അവർ നോക്കേണ്ടത് ബാഹ്യമായ അവരുടെ പ്രവർത്തനങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണാടിക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നാം നമ്മുടെ ശരീരത്തിന്റെ മാന്യന്മാർക്കിടയിൽ നാം ഒരാവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ എവിടെയെങ്കിലും പ്രത്യക്ഷത്തിൽ അഴുക്കുണ്ടോ, അയബുണ്ടോ, പോരായ്മകളുണ്ടോ, ഇതൊക്കെയാണ് കണ്ണാടിക്ക് മുമ്പിലുള്ള കാഴ്ച. ഒന്ന്. രണ്ടാമത്തത്, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് കണ്ണാടി നമുക്ക് നൽകുന്ന ഒരു പാഠം? ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി, ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു സഭയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മളൊന്ന് താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്തു, ഒക്കെ ഒന്ന് വെട്ടിയൊക്കെ റെഡിയാക്കി നോക്കുമ്പോൾ ആ തിരക്കിനിടയിൽ നമ്മുടെ മീശ നന്നാക്കുന്ന നേരത്ത് ഒരു ഭാഗേ നന്നാക്കിയിട്ടുള്ളൂ, മറ്റത് അവിടെ തന്നെ കിടപ്പുണ്ട്. കണ്ണാടിയുടെ മുമ്പിൽ വന്നിങ്ങനെ നിന്നപ്പോൾ കണ്ണാടി നമുക്ക് നൽകുന്നു, പോകാനായിട്ടില്ല, മറ്റേ ഭാഗവും കൂടി നന്നാക്കിയിട്ട് പോയാൽ മതി. അപ്പോ എന്റെ അയബ് എന്നെ ബോധ്യപ്പെടുത്തി തരുന്നു കണ്ണാടി. കണ്ണാടിക്കുള്ളൊരു വലിയ ഗുണം അതാണ്. എന്റെ അയബ് എന്നെ ബോധ്യപ്പെടുത്തി തരും. എങ്ങനെ? കോലാഹലമായി ഒച്ചപ്പാടുണ്ടാക്കിയിട്ടല്ല, അത് 16 ആളുകളെ അറിയിച്ചിട്ടല്ല, നിശബ്ദമായി എന്റെ അയബ് എന്നെ ബോധ്യപ്പെടുത്തി തരും. ഒരു സഹോദരൻ, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് ചെയ്യേണ്ടത് കണ്ണാടി പോലെ. മൂന്നാമത്തെ ഒരു കാര്യം അതെന്താണ്? കണ്ണാടി എന്റെ അയബ് എനിക്ക് കാണിച്ചു തന്നു, ഞാൻ അങ്ങോട്ട് മാറി. ഞാനത് നന്നാക്കാൻ വേണ്ടി കുളിമുറിയിലേക്ക് അങ്ങോട്ട് പോയപ്പോഴാണ് ഹംസ ഉസ്താദ് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ അങ്ങോട്ട് മാറി. ഹംസ ഉസ്താദ് കണ്ണാടി അടുക്കൽ വന്നപ്പോൾ കണ്ണാടി എന്നെ അല്ല അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്, അദ്ദേഹത്തെയാണ്. കണ്ണാടിയുടെ മുമ്പിൽ ഹംസ ഉസ്താദ് വന്നപ്പോൾ ഇപ്പൊ ഒരു ചങ്ങാതി ഇവിടെ വന്നിരുന്നു, ഓന്റെ മൂന്ത കണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്നെ അല്ല കാണിച്ചു കൊടുക്കുന്നത്. എന്റെ അയബ് കണ്ടെത്തിയിരിക്കുന്ന കണ്ണാടിക്ക് അത് എന്നെ ഉണർത്തലല്ലാതെ മറ്റൊരാളെ മുമ്പിൽ അത് കാണിച്ചു കൊടുത്ത് അയബാക്കുക എന്ന സ്വഭാവം കണ്ണാടിക്കില്ല. അതാണ് നിങ്ങൾ മുഅ്മിനീങ്ങൾ കണ്ണാടി പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, ഞാൻ ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ കുളിമുറിയിൽ പോയി ഷേവൊക്കെ ചെയ്ത് രണ്ടാമത് റെഡിയായി കണ്ണാടിയുടെ മുമ്പിൽ വന്നു. റെഡിയായി കണ്ണാടിയുടെ മുമ്പിൽ വന്നപ്പോൾ കണ്ണാടിയുടെ ഒരു നല്ല സ്വഭാവം നോക്ക് നിങ്ങൾ. നേരത്തെ കണ്ട ഫോട്ടോ ഇനി കണ്ണാടി കാണിച്ചു തരൂല. ഇപ്പൊ കണ്ണാടി എനിക്ക് കാണിച്ചു തരുന്നത് നല്ല ഫോട്ടോ ആണ്, എന്റെ അയബില്ലാത്ത നല്ലത്. നേരത്തെ ഉള്ളത് ഇങ്ങനെ കണ്ട എന്റെ മുമ്പ് ഇങ്ങനെയാണ്, ഇപ്പൊ ഈ നന്നായിട്ട് കാര്യമില്ല. അങ്ങനെ കണ്ണാടിക്ക് നേരത്തെ ഉള്ളതൊന്ന് കാണിച്ചു തന്ന് എന്നെ ഒന്ന് അയബാക്കുക എന്നതല്ല, മറിച്ച് എന്റെ അയബ് എന്നെ ഉണർത്തി
തിരിച്ച് ഞാൻ നന്നായി വന്നപ്പോൾ കണ്ണാടി കണ്ടോ? എന്ത് സന്തോഷകരമായിട്ടാണ് കണ്ണാടി കാണിച്ചു തരുന്നത്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയും തമ്മിൽ, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അയൽവക്കാരായി താമസിക്കട്ടെ, ഒരു നാട്ടിൽ താമസിക്കട്ടെ, ഒരു ജമാഅത്തിൽ താമസിക്കട്ടെ, ഏത് രൂപത്തിലും നിങ്ങൾ പരസ്പരം ഉണ്ടാകേണ്ട ഗുണം ഇതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരൻ,